നമ്മളിന്ന് നമ്മുടെ പ്രാഡോയ്ക്ക് വേണ്ടി ടിമൂന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചേക്കാണ്. ടിമു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ഒരു ചൈനീസ് ആപ്പാണ്. എല്ലാവർക്കും അറിയായിരിക്കും, മേടിക്കുന്ന കുറച്ച് ഐറ്റംസ് എങ്കിലും ചീറ്റി പോകുന്നൊരു ഐറ്റമാണ്. പക്ഷേ ഞാൻ കുറച്ചൊരു മീഡിയം പ്രൈസിൽ നമ്മുടെ പ്രാഡോയ്ക്ക് വേണ്ടി ഓട്ടോമോട്ടീവ് സെക്ഷനിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോയാണ്, ശരിയാവുമെന്ന് ഉറപ്പൊന്നുമില്ല, നോക്കാം. നമ്മൾ ഒരുപാട് വലിയ ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. ആകെ ഒരൊറ്റൊരു വലിയ ഐറ്റവും ബാക്കി എല്ലാം ഈ റാറ്റിൽ സൗണ്ട്സ് വണ്ടിയുടെ അവിടെ നിന്നുള്ള ഒച്ചകൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഐറ്റംസാണ് വാങ്ങിച്ചേക്കുന്നത്. ഈ ഒരു വലിയ ബോർഡ് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് കാണാം, ബിക്കോസ് അത് നമുക്ക് വണ്ടിക്ക് വേണ്ടൊരു മെയിൻ സാധനമാണ്. ഫിക്സ് ആവുന്നൊരു ഉറപ്പില്ല, പക്ഷെ നമുക്ക് നോക്കാം. ഞാൻ വണ്ടി വാങ്ങിയ അന്ന് മുതൽ ഈ വണ്ടിയുടെ ഒരു AC നോബ് മിസ്സിങ് ആണ്. എനിക്ക് ഇതിൻ്റെ ഹീറ്റ് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഈ നോബൂരി അപ്പുറത്ത് വെച്ചു, അപ്പുറത്തെ നോബൂരി ഇപ്പുറത്ത് വെച്ചാണ് ടേൺ ആക്കി വാങ്ങിച്ചിരുന്നത്. ഇന്ന് നമുക്കെല്ലാം സെറ്റ് ചെയ്യാം. ഞാൻ പുതിയ 3 നോബ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഒരെണ്ണമായിട്ട് നോക്കി, പക്ഷേ ഒരെണ്ണത്തിന് ഇന്നും വലിയ പ്രൈസ് ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഒരുമിച്ച് വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു. പെർഫെക്റ്റ് ഫിറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഓക്കെ അത്രേ ഉള്ളൂ. പക്ഷേ നമ്മുടെ യൂസ് നടക്കും, കയറിയിരിക്കുന്നുണ്ട്, നമ്മുടെ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ഫിക്സായി ഇരിപ്പുണ്ട്, അത്രേ ഉള്ളൂ. പക്ക ഫിക്സിങ് അല്ല, പക്ഷെ കാണാൻ ലുക്കാണ്, അത് മെയിനായിട്ട് അടിപൊളിയാണ്. ഫൈനലി ഞാൻ 3 നോബും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഫാനും ടെമ്പറേച്ചറും എല്ലാം ഒരേ സമയം തന്നെ ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അടുത്ത മെയിൻ ഒരു ട്രബിളാണ് ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡിൻ്റെ വൈബ്രേഷൻ ഭയങ്കര ഹൈ ആയിരുന്നു. റാറ്റിൽ സൗണ്ട് ഭയങ്കര കൂടുതലാണ്, ബിക്കോസ് വണ്ടി നല്ല വഴിയിലായതുകൊണ്ട് തന്നെ ഡാഷ്ബോർഡിന് നല്ല ഷെയ്ക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ ആ ഫസ്റ്റ് വെച്ചിരുന്നത്, ഒരു ചെറിയൊരു പീസ് കയറ്റി വെച്ചിരുന്നത്. അതിനു വേണ്ടിയാണ് നമ്മളിന്ന് ഈ വാഷർ വാങ്ങിച്ചത്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇത് ഫിക്സ് ചെയ്യണം, നല്ല ടൈറ്റായിട്ട് ഇത് ഫിക്സ് ചെയ്യാൻ. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഫിക്സ് ചെയ്യാനൊരു ടൂളും കിട്ടിയിട്ടുണ്ട്. നമ്മളത് വെച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഡാഷ്ബോർഡ് മൊത്തത്തിൽ അനങ്ങില്ല എന്നാണ് ടിമു അവകാശപ്പെടുന്നത്. എക്സസ് ആയിട്ടുള്ള നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതാണ് ഞാൻ പറഞ്ഞ ടൂള് ഇതിൻ്റെ കൂടെ കിട്ടിയത്. പക്ഷെ നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. കണ്ടപ്പോൾ ഞാൻ ചെറിയൊരു സ്മോൾ പീസ് ഓഫ് പ്ലാസ്റ്റിക് മാത്രമേ അങ്ങനെയും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ നല്ല യൂസ്ഫുൾ ആയിരുന്നു. കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഗ്യാപ്പിലേക്ക് ഫിക്സ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ടൂളാണ്. നെക്സ്റ്റ് ഒരു ബ്ലൂടൂത്ത് കണക്ടറാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു നോർമൽ ബ്ലൂടൂത്ത് കണക്ടർ റേഡിയോ ആയിട്ട് സിങ്ക് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് ഫ്രീക്വൻസി ഫിക്സ് ചെയ്താൽ മതി. നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് പാട്ടോ ബാക്കി എന്തുകൊണ്ടെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഒന്ന് നൈസായിട്ടൊന്ന് പറഞ്ഞു പോകാം. 87.5 എന്ന റേഡിയോ ഫ്രീക്വൻസി ഇവിടെ ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ കാറിൻ്റെ റേഡിയോയിൽ 87.5 ഫ്രീക്വൻസിനെ ഫിക്സ് ചെയ്യാൻ ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി സിമ്പിളായിട്ട് കണക്ട് ആയി, നമ്മളൊന്നും ചെയ്യുന്നത്. Bluetooth device is ready to pair. The Bluetooth device is connected successfully. ഇത് ഡോർ ഡാമ്പിംഗ് ബുഷസ് ആണ്. ഞാനിപ്പോൾ ടിമുവിന് ഇത് ഷോപ്പ് ചെയ്തതാണ്. ഇത് ഡോറ് നമ്മൾ അടച്ചു കഴിയുമ്പോൾ ഒരു ഓൾഡ് കാർ അടയ്ക്കുന്ന ഒരു സൗണ്ട് വരാതിരിക്കാനും അതുപോലെ ഡോർ ഷെയ്ക്ക് ആവാതിരിക്കാനും പെർഫെക്റ്റായിട്ട് അത് ഫിറ്റ് ആവാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ബുഷാണ്. പിന്നെയാണ് പണി കിട്ടി, ലോക്കായിപ്പോയി. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, പകുതി അടഞ്ഞ് അവിടെ സ്റ്റക്കായിപ്പോയി. ഒരു കണക്കിന് അവസാനം വലിച്ച് എടുത്ത് ഭാഗ്യം കൊണ്ട് മാത്രം പേടിയാണ്. പിന്നെയുള്ള ഒരു ജസ്റ്റ് ഒരു ബുഷാണ്. നമ്മുടെ കാറിൻ്റെ ഡോറിൽ നിന്നൊക്കെ മിസ്സായി പോകുന്ന ബുഷസൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് ഒരു പാക്കറ്റ് ഓഫ് ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് മിസ്സായതെല്ലാം ഫിക്സ് ചെയ്യാമല്ലോ. ഇതിനൊരു ഗിയർ കേസാണ്. ഗിയറിനൊരു കേസ് ഈ വണ്ടിക്കില്ല. ഒന്നാമത് ഓട്ടോമാറ്റിക്കിന് ഇത് അത്യാവശ്യം നല്ല വലിയ ഹാൻഡിലായതുകൊണ്ട് ഒറ്റ കേസില്ല. അവസാനം പിന്നെ ഒരു യൂണിവേഴ്സൽ കേസ് വാങ്ങിച്ച് ഫിക്സ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല, അത്യാവശ്യം ഓക്കെയാണ്.
എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ വണ്ടിയുടെ പഴയ മണം മാറാനായിട്ട് ഒരു എയർ ഫ്രഷനർ. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം, കാറിൻ്റെ ഹുഡ് വെൻറ്റ്. നമ്മുടെ ഫ്രണ്ട് ഹുഡ് വെൻറ്റാണിത്. ഞാൻ ടെമോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ കണ്ടപ്പോൾ വർത്തായിട്ട് തോന്നി. അത്യാവശ്യം നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടായിരുന്നു, നല്ലൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഫിക്സ് ചെയ്യാൻ വന്നപ്പോഴാണ് പണി മനസ്സിലായത്. നമ്മൾ ഈ ഡബിൾ സൈഡ് ടാപ്പ് കൊണ്ടാണ് ഇത് മുഴുവൻ പിടിച്ചു നിർത്തുക. നമ്മുടെ ബോണറ്റിൽ, നമ്മുടെ ഹുഡിൽ ഒരു ഹോൾ അടിച്ച് എഞ്ചിന് കാറ്റ് കിട്ടേണ്ട ഒരു ഐറ്റമാണ്. പക്ഷേ ഇതൊരു ഡബിൾ സൈഡ് ടാപ്പിൽ നിൽക്കുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം.